ഇതിന്റെ കവർ റിലീസ് ചെയ്തായിരുന്നു ആദ്യമേ. ഈ കവർ തന്നെ അന്ന് തന്നെ ഭയങ്കര ക്യാച്ചി ആയിരുന്നു. കളർ പാറ്റേൺ ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്തത്. ഹരിയണം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. അപ്പൊ ഇത് സുഹൃത്തുക്കൾ ഭയങ്കര പോകണ്ട എനിക്ക് നിർമ്മിതിയിൽ അഖിലിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. തീർച്ചയായിട്ടും ഞാനത് അമ്മ കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരാണ് അല്ലേ? അതെ അതെ, അതാ ആ നോവലിലും അത് പ്രകടമാണ്, റാം കെയർ ഓഫ് ആനന്ദിയിലും അത് പ്രകടമാണ്. തീർച്ചയായും ഫ്രണ്ട്ഷിപ്പ്. അതെ, ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല. അവര് കുറെ ആൾക്കാർ പരിചയക്കാരാണ്. നമ്മളിപ്പോ സുഹൃത്തുക്കളല്ല, അല്ല, അവരല്ല. അടുപ്പിക്കുകയും ചെയ്യരുത്. സുഹൃത്താക്കാൻ കൊള്ളാവുന്നവനെ എടുക്കാവൂ. തീർച്ചയായിട്ടും സൗഹൃദം എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്കത് പിന്നീട് അത് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പല രീതിയിലും. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിച്ചു എന്ന് വെച്ചിട്ട് ആ ക്ലാസ്സിലുള്ളവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല, ആവാനും പാടില്ല. നമ്മൾ ആ ക്ലാസ്സിൽ വന്നതുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണത്. പക്ഷെ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യേണ്ടവർ നമ്മൾ തീരുമാനിക്കണം. നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന, നമ്മുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ നേരെ ആക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അല്ലാതെ ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, പുറകിൽ നിന്ന് പണി തരാറുണ്ട്, ഒരുപാട് പണി തന്നിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.